ചൂരൽമല ഉരുൾപൊട്ടലിൽ ഏറ്റവും ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്തിയതാണ് കേരളത്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. അതിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അംഗങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് ആ റോപ്പായിരുന്നു, അതിന് നിങ്ങളായിരുന്നു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ റോപ്പായിരുന്നല്ലോ ചെയ്തിരുന്നത്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം? നമ്മളെ ഫയർ സർവീസിലെ റോപ്പ് റെസ്ക്യൂ ടീമും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും പിന്നെ നമ്മളെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള സ്റ്റേഷനുകളിലെ അംഗങ്ങളും എല്ലാവരും കൂടി ചെയ്തൊരു വർക്കായിരുന്നു അത്. നമ്മളിവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ട് ആക്സസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മൾ ഇത് ചെയ്തത്. മുണ്ടക്കൈ ആളുകളെ മാറ്റുന്നത് ആ റോപ്പ് വഴിയാണ്. അതെ. മുണ്ടക്കൈ പിന്നെ കുറെ നേരം നമ്മൾ റോപ്പ് റെസ്ക്യൂ വഴി അനവധി ആളുകളെ ഇവിടെ എത്തിച്ചു. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ പേരാമ്പ്ര നിലയത്തിലെ എക്സ്റ്റൻഷൻ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു താൽക്കാലിക പാലം നമ്മുടെ കോഴിക്കോട് RFIയുടെ ഒരു നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു താൽക്കാലിക പാലം സെറ്റപ്പ് ചെയ്യുന്നതും അതിലൂടെ ഒരു 7 മണി ഇരുട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേരെ ഏകദേശം ഒരു 400ഓളം പേരെ തന്നെ അതിലൂടെ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ റോപ്പ് റെസ്ക്യൂ കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ STFന്റെ ടീം ഉൾപ്പെടെയുള്ള മൗണ്ടൻ റെസ്ക്യൂവിന്റെ ആളുകൾ അപ്പുറം റിവർ ക്രോസ് ചെയ്ത് എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ ജീപ്പിൽ കാഷ്വാലിറ്റി ഇങ്ങനെ ഇപ്പുറത്തേക്ക് കിടക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അവർ എന്തെങ്കിലും ഒരു ആക്സസ് മുഖാന്തരം ഇവിടെ എത്തിയാൽ അധികവും മുറിവ് പറ്റിയ വളരെ നല്ല രീതിയിൽ മുറിവ് പറ്റിയ ആളുകളുണ്ടായിരുന്നു. സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് തന്നെ അവരെ ഷിഫ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളായിരുന്നു. അവരെ ജീപ്പിൽ അവിടുത്തെ നാട്ടുകാർ ജീപ്പിൽ ഈ കരയിൽ കൊണ്ടുപോയി അപ്പുറത്തെ കരയിൽ കൊണ്ടുപോയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ടയറോളിംഗ് ടവേഴ്സ് മെത്തേഡ് വഴിയാണ് നമ്മൾ കാഷ്വാലിറ്റി ഷിഫ്റ്റ് ചെയ്ത്. ആ രണ്ടാമത്തെ പൊട്ടലിന്റെ സമയത്ത് നമ്മളിവിടെ എത്തിപ്പോയിരുന്നു. കാരണം ഈ മരങ്ങളെല്ലാം റോഡൊന്നും ബ്ലോക്ക് അല്ലായിരുന്നെങ്കിൽ ആ മരം മുറിച്ച് മാറ്റി ഒരു 1/4 മണിക്കൂറോളം ആ ജോലി ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പരിചയമുള്ള മേഖലയെല്ലാം ചളി കൊണ്ട് മൂടി ഈ എവിടെയാണ് സ്ഥലം അല്ലെ ഈ പാലം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം രക്ഷപ്പെടുത്തുകയും നാട്ടുകാരുണ്ട് അവരെയും കൂടെ കൂട്ടി എല്ലാവരെയും രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് മാറ്റുകയും അതനുസരിച്ച് അവർ എങ്ങനെയോ അപ്പുറം കയറുകയും മൂന്നാമത്തെ പൊട്ടൽ വരികയും അതിൽ നമ്മളെ ബത്തേരി ST ഉൾപ്പെടെയുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥ വന്നു. നമ്മളെ കയ്യിലുള്ള സംഭവം എന്താണോ സാധനങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉയരമുള്ള ബിൽഡിങ്ങിൽ കയറാനൊക്കെ ഉള്ള ലാഡർ ആണ് അത്. അലൂമിനിയം ലാഡറാണ്. ആ അലൂമിനിയം ലാഡർ നമ്മളെ ഫസ്റ്റിൽ വന്ന ക്രൂവിന് തോന്നുകയാണ് നമുക്ക് ഇതങ്ങോട്ട് വെക്കാം. അപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റിന്റെ ഇത് പൊളിഞ്ഞ വീടുണ്ടല്ലോ, പൊളിഞ്ഞു കിടക്കുന്നത് ആ വീടിന്റെ അടുത്ത് കുറച്ച് വീതി കുറവുള്ള സ്ഥലത്ത് നമ്മൾ ആ ലാഡർ വെച്ച് നമ്മൾ അതിൽ കൂടെ ആളുകളെ നമ്മളെ രക്ഷാപ്രവർത്തകർ ആദ്യം കയറ്റി വിടുകയാണ്. അങ്ങനെ ഇവര് പോയി നോക്കുന്ന സമയത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡികൾ പല സ്ഥലത്ത് ചെതറിക്കിടക്കുകയാണ് മനുഷ്യന്മാര്. ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇടപെടുകയും കുറെ ആളുകൾ അവിടുന്ന് മാറ്റാനുള്ള നീക്കം നടത്തുകയും കുറെ ആളുകളെ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. കുട്ടിയൊക്കെ എടുത്ത് പോരാന്ന് പറയുമ്പോൾ അതൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും പ്രാക്ടീസും അതിന്റെ ട്രെയിനിങ്ങും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ നമുക്കൊരു കുട്ടിയെ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു കുട്ടീനെ കൊണ്ട് വരാൻ കഴിയില്ല. ഏതായാലും ആ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കഘട്ടത്തിലുള്ള ദുർഘടമായ സമയത്ത് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഓർമ്മകളാണ് ഇവർ നമ്മോട് പങ്കുവെക്കുന്നത്.